ഇന്ന് പ്രധാനമായും തഹാവൂർ റാണയുടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ചോദിച്ചറിയാൻ ശ്രമിച്ചത് കേരളത്തെക്കുറിച്ചുള്ള വിവരങ്ങളായിരുന്നു. എന്നാൽ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല എന്നാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഒരു നിസ്സഹകരണം തഹാവൂർ റാണയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിനെല്ലാം കവച്ച് വെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ അമേരിക്കയിൽ നിന്നും കൂടുതൽ തെളിവുകൾ അവർ ഇന്ത്യക്ക് കൈമാറി കഴിഞ്ഞിരിക്കുന്നത്. കാരണം അമേരിക്കയിൽ വെച്ച് ഈ തഹാവൂർ റാണ ഇന്ത്യയിൽ നടന്ന സ്ഫോടനങ്ങളുടെ മുഴുവൻ കാര്യങ്ങളും വിശദീകരിച്ചിട്ടുണ്ട്. അതിലെല്ലാ കാര്യങ്ങളും വളരെ വിശദമായി തന്നെ പറയുന്നുണ്ട്. ഇത് അന്നത്തെ അമേരിക്കയിലെ ഉദ്യോഗസ്ഥന്മാർ ഈ ചോദ്യം ചെയ്യലും മറ്റും റെക്കോർഡ് ചെയ്തിരുന്നു. ആ റെക്കോർഡ് അടക്കം ഇപ്പോൾ ഇന്ത്യക്ക് കൈമാറിയിട്ടുണ്ട്. ഇത് വലിയ ഒരു നീക്കമെന്നാണ് നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും പറഞ്ഞിരിക്കുന്നത്. ഏതായാലും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും എന്നുള്ളത് തന്നെയാണ്. കാരണം തഹാവൂർ റാണ തന്നെ അമേരിക്കൻ കോടതിക്ക് നൽകിയിരിക്കുന്ന മൊഴികൾ, ആ മൊഴികളുടെ വിവരങ്ങളാണ് ഇപ്പോൾ ഇന്ത്യക്ക് നൽകിയിരിക്കുന്നത്. അതെല്ലാം ശബ്ദരേഖകളും വീഡിയോ രേഖകളുമാണ്. അത് പരിശോധിച്ച് വരികയാണ്. ഇവിടെയാണ് തഹാവൂർ റാണ ഈ ചോദ്യങ്ങളിൽ നിന്നും, അന്വേഷണ ഏജൻസികളുടെ ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറിയാലും രക്ഷപ്പെടാൻ കഴിയില്ല. കാരണം ഇതിനകത്തൊരു സ്ഥിരീകരണം വരുത്തുകയാണ്. അതിനിടയിൽ തഹാവൂർ റാണയ്ക്ക് ഇന്ത്യയിൽ സഹായം ചെയ്തു കൊടുത്ത ഒരാളെ ഇപ്പോൾ NIA കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അയാളെ കൂടി ഇരുത്തിക്കൊണ്ടായിരിക്കും ഇനി അടുത്ത ചോദ്യം ചെയ്യലെന്നാണ് അറിയാൻ കഴിയുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.